വലിയ സുപ്രധാനമായ നയതന്ത്ര നീക്കം കൂടിയാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കിരൺ ബാബു ഒരിക്കൽ കൂടി. കിരൺ, നമ്മൾ ഈ തരൂരിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ശശി തരൂർ, പി ചിദംബരം ഇവർ രണ്ടുപേരും സമീപകാലത്ത് കോൺഗ്രസിന് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞവരാണ്. നമ്മൾ മുന്നിൽ കാണണമോ ഈ വിവാദത്തോടുകൂടി പുതിയൊരു രാഷ്ട്രീയ നീക്കം മുന്നിൽ ഉണ്ടാകുമെന്ന് കരുതണോ? ഒരുപക്ഷെ അത് മുന്നിൽ കണ്ടുകൂടിയാണോ BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഈ നീക്കം, തരൂരിൻ്റെ അടക്കം പേര് പിക്ക് ചെയ്തുകൊണ്ടുള്ള ഈ നീക്കം എന്നുകൂടി നമ്മൾ കരുതേണ്ടി വരുമോ? സജിത്തെ, ഉടനെ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിലേക്കോ അത്തരത്തിലേക്കുള്ള നീക്കത്തിലേക്കൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ശശി തരൂരായാലും പി ചിദംബരമായാലും ഈ രണ്ടുപേർക്കും കോൺഗ്രസിന്റെ നിലവിലെ ദേശീയ അധികാര സമവാക്യത്തിൽ അങ്ങനെ കാര്യമായ റോളുള്ള നേതാക്കളല്ല. ചിദംബരമൊക്കെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ റോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന പ്രധാന ഒരു നേതാവായിരുന്നു. അവിടെ നിന്നൊക്കെ അദ്ദേഹത്തിന് മാറേണ്ടി വന്നു. പുതിയ നേതൃത്വമൊക്കെ നിലവിൽ വന്നു. ആ സ്ഥാനത്ത് ശശി തരൂരിനായാലും ഇപ്പോൾ ദേശീയ തലത്തിൽ സജീവമായി നിൽക്കുമ്പോൾ പോലും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡുമായി അത്തരത്തിലെ ഒരു നല്ല ബന്ധത്തിലല്ല ശശി തരൂർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവരെ പ്രതിസന്ധിയിലാക്കുക അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കുക എന്നൊരു നീക്കം കൂടി എന്തായാലും തരൂരിന്റെ ഭാഗത്തു നിന്നാലും ചിദംബരത്തിന്റെ ഭാഗത്തു നിന്നാലും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസിന് വീഴ്ച പറ്റി എന്നത് തന്നെ വേണം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് കണക്കാക്കാൻ. ശശി തരൂരിനെ പോലെ ഒരാളുടെ പേര് നിർദ്ദേശിക്കുന്നില്ല, കോൺഗ്രസ് നിർദ്ദേശിച്ചാലും ഇല്ലെങ്കിലും തരൂരിന്റെ പേര് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നത് നേരത്തെ തിരിച്ചറിയാൻ കോൺഗ്രസിന് കഴിയണമായിരുന്നു. അത് കോൺഗ്രസിന് കഴിഞ്ഞില്ല. തരൂരിനെ ഉൾപ്പെടുത്തിയത് ഞങ്ങളുടെ ക്രെഡിറ്റ് ആക്കി കോൺഗ്രസ് തന്നെ പേര് നിർദ്ദേശിക്കുകയും കോൺഗ്രസിന്റെ ക്രെഡിറ്റ് ആക്കി മാറ്റുകയും ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിന് അത് മറ്റു തരത്തിൽ ഗുണപ്പെട്ടു. തരൂരുമായി ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളപ്പോഴും തരൂരിന് ശേഷിയുള്ള ഒരു മേഖലയിൽ, തരൂരിന്റെ കഴിവ് വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു മേഖലയിൽ തരൂരിനെ വിനിയോഗിക്കാൻ കോൺഗ്രസ് പാർട്ടി തന്നെ തയ്യാറായി എന്നുള്ള ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ അത്തരം ഒരു ഇമേജ് പുറത്തേക്ക് വിടാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കോൺഗ്രസ് തരൂരിനേക്കാൾ യോഗ്യരായ 4 പേരെയാണ് നിയോഗിച്ചതെങ്കിൽ സ്വാഭാവികമായും മറ്റേ നിയോഗിച്ച ആരും അയോഗ്യരാണ് എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ തരൂരിനേക്കാൾ ഒരു സാമാന്യ ജനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ നയതന്ത്ര രംഗത്ത് പരിശോധിച്ചാലും എങ്ങനെ പരിശോധിച്ചാലും തരൂരിനേക്കാൾ യോഗ്യരായ 4 പേരെ അല്ല നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു 4 പേരെ നിശ്ചയിക്കുമ്പോൾ എന്തായാലും തരൂരിന്റെ പേര്, അപ്പോൾ ആനന്ദ് ശർമ്മയുടെ പേര് നിശ്ചയിച്ചെങ്കിൽ നേരെ ഒക്കെയാണ്. മറ്റു പേരുകളൊക്കെ വരുമ്പോൾ അവരെക്കാളൊക്കെ എന്തുകൊണ്ടും മുന്നിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ശശി തരൂർ. അപ്പോൾ ശശി തരൂരിന്റെ പേര് ഒഴിവാക്കിയത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ള ആളുകൾക്ക് തരൂരിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഈ സുപ്രധാനമായ വിഷയത്തിൽ, രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള വിഷയത്തിൽ തരൂരിന്റെ പേര് ഒഴിവാക്കിയതാണ് എന്നതൊക്കെ വരുന്നുണ്ട്. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തന്നെ AB വാജ്പേയിയെ പോലെ പ്രമുഖനായ ഒരു നയതന്ത്രജ്ഞനെ കോൺഗ്രസ് സർക്കാർ തന്നെ നയതന്ത്ര ഇടപെടലിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അനൌദ്യോഗികമായി ഒരുപാട് രാജ്യങ്ങളിലേക്കൊക്കെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെയൊക്കെ BJPയുടെ കാലത്ത്, കോൺഗ്രസിന്റെ കാലത്ത് BJP നേതാക്കളെയൊക്കെ അങ്ങനെയുള്ള ഇടപെടലുകളൊക്കെ, നയതന്ത്ര ഇടപെടലിനൊക്കെ പലപ്പോഴും അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഔദ്യോഗികമായി തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ രാജ്യം ഒന്നാണ് എന്നൊരു സന്ദേശം വരുമ്പോൾ തരൂരിനെ പോലൊരാളുടെ പേര് നിർദ്ദേശിക്കുക എന്നുള്ളതായിരുന്നു വേണ്ടി. തരൂര് അവസരം കിട്ടിയാൽ സ്വാഭാവികമായും അത് പാർട്ടി പറയുന്നതിനപ്പുറത്തേക്ക് ദേശീയ താല്പര്യമൊക്കെ മുൻനിർത്തി അവസരത്തെ തനിക്ക് ഉപയോഗിക്കാൻ കഴിയും, ആ തരത്തിൽ അദ്ദേഹം ഉപയോഗിക്കും എന്നതും കോൺഗ്രസ് പാർട്ടി മുൻകൂട്ടി കാണണമായിരുന്നു. അതും കാണാൻ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് ഇനി പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാതിരിക്കുന്ന ഒരാളാണ് തരൂരെങ്കിൽ ആ തരത്തിലേക്കൊക്കെ നീങ്ങാമായിരുന്നു. പക്ഷേ തരൂര് അങ്ങനെ നീങ്ങുന്ന ഒരാളല്ല. തരൂര് സ്വാഭാവികമായും ഇത്തരം ഒരു അവസരം കിട്ടിയാൽ ആ അവസരം ഉപയോഗിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുകൂലമായ ഒരു നീക്കം, തന്ത്രപരമായ ഒരു നീക്കം നടത്തുന്നതിൽ ടാക്ടിക്കൽ പിഴവ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അതാണ് സാഹചര്യം. എന്തായാലും ഇന്ത്യയുടെ നയതന്ത്ര സംഘത്തിൽ തരൂർ പ്രധാനിയാണ്. അതേസമയം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലിസ്റ്റിൽ തരൂരിന്റെ പേരില്ല എന്ന വിചിത്രമായ സാഹചര്യമുണ്ട്. എവിടെയാണ് കോൺഗ്രസിന് പിഴച്ചോ അതോ BJP മുന്നോട്ട് വെച്ച രാഷ്ട്രീയമാണോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടവേളയാണ്, മടങ്ങി വരും.